ഇതുപോലത്തെ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാമോ? എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന്? ഇത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഭക്ഷണവും അതുപോലുള്ള ഉറക്കവും ക്രമം തെറ്റിയുള്ള ഒരു ജീവിത രീതികളും പ്രോപ്പറായിട്ടുള്ള അവരുടെ ഒരു ശരിയല്ലാത്ത രീതിയിലുള്ള ജീവിത രീതി കൊണ്ട് തന്നെ വരുന്നത്. അതായത് സമയത്തിനൊന്നും ഉറങ്ങത്തില്ല, ലേറ്റ് നൈറ്റ് ഒരുപാട് രാത്രി വരെ ഉറങ്ങാതിരുന്ന് ഫോണും നോക്കിയിരിക്കുന്ന അങ്ങനെയുള്ള പ്രവണതയൊക്കെ കുട്ടികളിൽ കൂടുതലായിട്ടുണ്ട്. പിന്നെ വേറൊരു പെൺകുട്ടികളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മെൻസ്ട്രേഷൻ ടൈമിൽ, അതായത് പീരിയഡ്സ് ടൈമിൽ അവർ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു 4-5 ദിവസമൊക്കെ അവരെ മാറ്റിയിരുത്തുക. ഇത് ഭയങ്കര കോൺട്രവേഴ്സി ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ അന്ന് അവർ ചെയ്തിരുന്നത് ഈ ഒരു സമയത്ത് അവർക്കൊരു റെസ്റ്റ് വേണം. അതുകൊണ്ട് അന്ന് അവർ അങ്ങനെ പക്ഷെ അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. ഈ സമയത്തെങ്കിലും അവർ കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് ഹെവി ആയിട്ടുള്ള പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നമ്മളുടെ ബോഡിക്ക് അധികം സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ ജോലിക്കൊക്കെ പോകുന്ന ചെറിയ പെൺകുട്ടികൾ അവർ ചിലപ്പോൾ രാവിലെ ഈ ഒരു സമയമാണെങ്കിൽ പോലും, അതായത് മെൻസ്ട്രേഷൻ ആണെങ്കിൽ പോലും അവർ രാവിലെ ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ ആയിരിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പോൾ യൂറിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള മടി കൊണ്ട് അവർ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കില്ല. ആ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ഇൻഫെക്ഷന് ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്റ്റ് കിട്ടുന്നില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും എക്സാംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഈ സമയത്ത് തന്നെ നല്ല സ്ട്രെസ്സും ഉണ്ടാവും. ഇതൊക്കെ അവരുടെ ഹോർമോണിനെ ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെ, ചുമ്മാ എടുത്ത് കഴിക്കുകയും ചെയ്യും. ഈ സമയത്ത് അവർക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പാരൻസ് ആണെങ്കിലും കൂടെ ഉള്ളവരാണെങ്കിലും അവർ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ അവരെ കൊണ്ട് മാക്സിമം അവർക്കൊരു റെസ്റ്റ് കിട്ടുന്ന രീതി, ഇപ്പം ജോലി സ്ഥലത്താണെങ്കിലും അവർക്ക് നല്ല ഹെവി ആയിട്ടുള്ള ജോലിയൊക്കെ എടുക്കേണ്ട ടൈം ആണെങ്കിൽ അവർക്കൊരു വർക്ക് പ്രഷറൊന്നും കൊടുക്കാതെ അവരെ മാക്സിമം ഒരു റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു കുറച്ച് ദിവസം അവരെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരുത്തുന്നത് അവരുടെ ഫ്യൂച്ചറിനും വളരെ നല്ലതായിരിക്കും. എന്നുവെച്ചാൽ ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് വരുന്ന വഴി സംടൈംസ് അവർക്കൊരു ഇൻഫെർട്ടിലിറ്റിയിലോട്ടോ അല്ലെങ്കിൽ PCOS, PCOD അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്കോ, ഒബിസിറ്റിയിലോട്ടൊക്കെ പോകാൻ, ചിലപ്പോൾ ഡിപ്രഷനിലോട്ട് വരെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്.